ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇന്ത്യ നടത്തിയ പല പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ ആർമി ബേസുകൾ തകർത്ത സംഭവം. പലപ്പോഴും പാക് ഭരണാധികാരികൾ പറയുന്നത് ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കുന്ന, പക്ഷേ ഒരു വിമാനം പോലും പറന്നു പൊങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണം ഇന്ത്യ നടത്തി. മാത്രമല്ല, ഈ ഡ്രോണുകളും മിസൈലുകളൊക്കെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ S-400 ആകാശ് പോലെയുള്ള തദ്ദേശീയമായ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചു. ഇപ്പോൾ ഖത്തറിലുള്ള ഒരു റഡാർ, ഏതാണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിപ്പുള്ള റഡാർ, ഒപ്പം അവരുടെ തന്നെ താഡ് സംവിധാനം, ഇതെല്ലാം പ്രതിരോധ സംവിധാനങ്ങളാണ്. ഇതിനെയെല്ലാം തകർത്തെറിയാൻ ഇറാൻ്റെ മിസൈലുകൾക്ക് സാധിച്ചു. അപ്പോൾ GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യം വിലയിരുത്തി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളാണ് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിൻ്റെ തന്ത്രത്തേക്കാൾ കുറച്ചുകൂടി മികച്ചതെന്ന്. അങ്ങനെ വിലയിരുത്തിയാൽ ഒരുപക്ഷെ കൂടുതൽ ആയുധ കച്ചവട രംഗത്തേക്ക് ഇന്ത്യക്ക് നേട്ടമുണ്ടാകാം. അങ്ങനെ ഒരു വിലയിരുത്തൽ ശരിയാണോ? അപ്പോൾ അതൊരു ശരിയായ വിലയിരുത്തലല്ല. കാരണം യുദ്ധത്തിൻ്റെ ഡൈനാമിക്സ് രണ്ടാണ്. നമ്മളും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഓപ്പറേഷൻ സിന്ധു, അതിന് കാരണങ്ങൾ വേറെയാണ്, ആ സാഹചര്യങ്ങളൊക്കെ വേറെയാണ്. ഗൾഫിൽ ഇപ്പോൾ സംഭവിക്കുന്നത്, ഗൾഫ് ഡിഫെൻസീവിൽ നിൽക്കുകയാണ്. അവർ ആക്രമിച്ചിട്ടില്ലല്ലോ ഇതുവരെ ഇറാൻ്റെ ആക്രമണം തടഞ്ഞ് അവരിങ്ങനെ ജീവിക്കുകയാണ്, അല്ലാതെ അങ്ങോട്ട് ആക്രമിക്കുന്നില്ല. അല്ല, ഇറാൻ്റെ പ്രതിരോധ സംവിധാനത്തെ തകർത്തു, അതാണ്. അല്ല, ഇവരുടെ പ്രതിരോധ സംവിധാനം, GCC രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെ തകർത്തു. പക്ഷെ അപ്പോൾ പോലും അവർ ഒരു ആക്രമണത്തിൻ്റെ മൂഡിലല്ല. അവർ ഇറാനിലേക്ക് ഇതുവരെ ഒരു മിസൈലോ സംഗതി ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ പ്രതിരോധ സംവിധാനം തകർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് അമേരിക്കൻ ബേസിലുള്ള പ്രതിരോധ സംവിധാനമായിരിക്കും, അല്ലാതെ ഇവർ സൗദി അറേബ്യയുടേതായ പ്രതിരോധ സംവിധാനം ആയിരിക്കില്ല. മറ്റവരുടെ അമേരിക്കൻ ബേസിലുള്ളതായിരിക്കും. അമേരിക്കൻ ബേസിൽ നിന്ന് ഇറാനെ ആക്രമിക്കരുത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ് അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഇതുവരെ അവർ മാറ്റിയിട്ടില്ല ആവശ്യം. ചേട്ടനങ്ങ് ആക്രമിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ നിരോധനം നിലനിൽക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ബേസിൽ നിന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നില്ല. അമേരിക്ക മറ്റ് സ്ഥലങ്ങളിൽ നിന്നും, ഇസ്രായേലിൽ നിന്നും, പിന്നെ എബ്രഹാം ലിങ്കണിൽ നിന്നൊക്കെയാണ് അമേരിക്കയുടെ ആക്രമണം. ഈ ഗൾഫ് രാജ്യങ്ങളിലെ ബേസ് അതുപോലെ കിടക്കണം. ആ ബേസിൽ നിന്ന് ആവുന്നത്ര ആൾക്കാരെയും അമേരിക്ക വരച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇറാൻ നിരന്തരം ആക്രമിക്കുമ്പോൾ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇവരാണെങ്കിൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. ഇറാനിൽ നിന്നും വരുന്ന മിസൈല്, ഡ്രോണ്, ഇതൊക്കെ പ്രതിരോധിച്ച് നിൽക്കുകയാണ് അവർ. അക്കാര്യത്തിൽ അവർ സക്സസ്ഫുൾ ആണ് തന്നെ. UAE അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിഞ്ഞാന്ന് പുറത്തു വിട്ടിരുന്നു. 197 മിസൈലാണ് UAEയിലേക്ക് ഇറാൻ മൊത്തം വിട്ടത്. അതിൽ 194 ഇവർ നിർവീര്യമാക്കി. 3 വീണു, ചില്ലറ നാശനഷ്ടങ്ങളുണ്ടായി. പിന്നെ ഈ സിവിലിയൻ അവിടെ ഇവിടെയൊക്കെ മുറിവ് പ്രശ്നം ഒക്കെ ഉണ്ടാകുന്നത് ഈ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഡെബ്രി ഉണ്ടല്ലോ, ചാപ്പചവറ് കഷ്ണങ്ങളൊക്കെ, ഇത് വീണാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ജനങ്ങൾക്ക് ഇവർ അലർട്ട് കൊടുക്കുന്നത് ഈ ഒരു മിസൈൽ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എല്ലാവരും ബിൽഡിങ്ങിന് ഉള്ളിലേക്ക് പോകണം എന്ന് പറയും. അപ്പോൾ ഉള്ളിൽ നിങ്ങൾ സേഫാണ്, തലയിലേക്ക് കുന്തം വീഴില്ല. റോഡിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ സാധനം ചിലപ്പോൾ വീണെന്ന് വരും. അപ്പോൾ അങ്ങനെ വീണ് അപകടം ഉണ്ടാവാതിരിക്കാൻ അവർ ഈ അലേർട്ട് കൊടുക്കുന്നു. എന്നാലും കുറച്ച് പേരുടെ തലയിലോ ഒക്കെ വീണെന്ന് വരും. അതാണ് ഇവർക്ക് വരുന്ന കാഷ്വാലിറ്റി. അതുകൊണ്ടാണ് ഈ മരണത്തിൻ്റെ എണ്ണം വളരെ കുറഞ്ഞു നിൽക്കുന്നത്. അങ്ങോട്ട് ആക്രമിക്കുന്നേ ഇല്ല. ഓപ്പറേഷൻ സിന്ധുവിൽ അതായിരുന്നില്ല സ്ഥിതി. ആക്രമിക്കാൻ പാകിസ്ഥാന് ആഗ്രഹം ഉണ്ടായിരുന്നു, ആക്രമിക്കുകയും ചെയ്തിരുന്നു, എണ്ണമറ്റ ഡ്രോണുകൾ വിട്ടിരുന്നു. ബട്ട് നമ്മളുടെ സക്സസ് റേറ്റ് ആകാശ്, നമ്മളുടെ സർഫസ് ടു എയർ മിസൈൽ 99.4 ആണ് അതിൻ്റെ സക്സസ് റേറ്റ്. അതായത് ഏകദേശം 100%. അതുകൊണ്ടാണ് ഒരു ഡ്രോണാണ് നമ്മളുടെ അതിർത്തിയിൽ ഒരു ഗ്രാമത്തിൽ വീണത്, ഒരേ ഒരു ഡ്രോൺ. ബാക്കി മുഴുവൻ ആകാശത്ത് വെച്ച് ഇന്ത്യൻ അതിർത്തിക്ക് അപ്പുറത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു നേട്ടമല്ല. ഇപ്പോൾ തുർക്കിയുടെ ഇന്ന് അല്ലെങ്കിൽ അത് നേട്ടമാണ്, അതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഗൾഫിലെ സിറ്റുവേഷൻ വേറെയാണ്. ഇവിടെ പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നു, നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നു. സൗദി അറേബ്യയുടെ കാര്യത്തിൽ
ഇറാൻ സൗദി അറേബ്യ ആക്രമിക്കുന്നു, സൗദി അറേബ്യ തടുക്കുന്നു, തിരിച്ചാക്രമിക്കുന്നില്ല. അപ്പോൾ ആ ഡൈനമിക്സിൻ്റെ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. തിരിച്ചാക്രമിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഇറാനിൽ എന്ത് ഡാമേജ് ഉണ്ടാക്കും എന്ന് അന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, ഇവിടെ ഈ അമേരിക്ക ഇപ്പോൾ ഈ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അമേരിക്ക താഡ് പോലെയുള്ള സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം, ഇവിടെ ഇറാൻ ആക്രമിക്കുന്ന $35,000 വരെയുള്ള ഒരു ഡ്രോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു മിസൈൽ ഉപയോഗിച്ചാണെങ്കിൽ അമേരിക്ക അത് തടുക്കാൻ വേണ്ടി 3-4 ലക്ഷം രൂപയുള്ള പ്രതിരോധ സംവിധാനം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം ഉണ്ടാകുന്നു. ഇവിടെ ഇന്ത്യക്ക് S-400 പോലെയുള്ള റഷ്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനം ഉണ്ട്. കൂടാതെയാണ് നമ്മൾ ആകാശം എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായി നിർമ്മിച്ചത്. അപ്പോൾ ചിലവ് കുറയുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, ആ യുദ്ധതന്ത്രത്തിൽ വലിയ വ്യത്യാസമില്ലേ? നമുക്കൊരു സാധനം കിട്ടിയാൽ അതിൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് തദ്ദേശീയമായി നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നില്ലേ? അല്ല, ഈ ഒരു പ്രശ്നം ഉണ്ട്. ഇപ്പോൾ ഡ്രോൺസ് ഉണ്ടായി വന്നതിന് ശേഷം ഡ്രോൺ തടയാനായിട്ട് ഡ്രോണിനേക്കാൾ വലിയ സാധനം വേണ്ടി വരുന്നു. ഡ്രോൺ വളരെ ചെറിയ കടന്നൽ പോലത്തെ സാധനം. അതിനെ കൊല്ലണമെങ്കിൽ അതിൻ്റെ 4, 10, 15 ഇരട്ടി വിലയുള്ള സാധനം വേണ്ടി ഉപയോഗിക്കണം. അങ്ങോട്ടേക്ക് റിസർച്ച് പോയിട്ടുമുണ്ട്, കുറേയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രോൺ നിർവീര്യമാക്കാനുള്ള പദ്ധതികൾ. മിസൈലിനെ തടുക്കുന്ന ഈ കടന്നിൽ നിന്ന് തോക്കുകൊണ്ട് വെടിവെക്കുന്ന ഏർപ്പാടാണ്. അപ്പോൾ അതിന് പകരം വേറൊരു കടന്നൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓൾറെഡി പല സ്ഥലത്തും അത് ഉപയോഗിക്കുക ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എക്കണോമിക്സ് എല്ലാവർക്കും ഒരു കൺസേൺ ആണല്ല. വാർ എക്കണോമിക്സ് ഇസ് എ ബിഗ് പ്രോബ്ലം. ഒരു പെർ ഡേ വരുന്ന ചിലവ് ഒരു യുദ്ധത്തിന് അതിഭീകരമായ ചിലവാണ്. പ്ലസ് ആൾനാശം വേറെ. അപ്പോൾ അതിൻ്റെ എക്കണോമിക്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അമേരിക്ക പറഞ്ഞ യുദ്ധം തുടങ്ങി ആദ്യത്തെ ദിവസം അവരുടെ ചിലവ് $6,000 കോടി എന്നാണ് പറയുന്നത്. അത്രയും വലിയ ചിലവുണ്ടാകുന്നു. ഇവിടെ ഇപ്പോൾ ഈ നാറ്റോ രാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, ഇതൊക്കെ തന്നെ അവരുടെ വ്യാപാരത്തെ ഇത് ബാധിക്കുന്നു. എണ്ണയ്ക്ക് വില കൂടും, ഇതൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ തന്ത്രത്തിനപ്പുറത്തേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഓപ്പറേഷൻ സിന്ദൂരാണ് അവർ ഉദാഹരണമായിട്ട് പറയുന്നത്. ആ സമയത്ത് ഇന്ത്യ എങ്ങനെയാണ് തന്ത്രപരമായിട്ട് ചെയ്ത്? ഇന്ത്യ ഒച്ചപ്പാടുണ്ടാക്കുന്നില്ല, ട്രംപ് ഒച്ചപ്പാടുണ്ടാക്കുന്നു, അതിനനുസരിച്ച് ഒരു റിസൾട്ട് കിട്ടുന്നുമില്ല. അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇതിൽ നിന്നൊരു എക്സിറ്റ് പോളിസി ട്രംപ് ഉണ്ടാക്കിയില്ല എന്നാണ് പൊതുവെ ആളുകളുടെ നിരീക്ഷണം. യുദ്ധം എപ്പം നിർത്തണം എന്ന് തീരുമാനിച്ചില്ല. നമ്മളെ ഓപ്പ് സിന്ദൂറിൽ നമുക്ക് കാര്യം വളരെ കൃത്യമായിരുന്നു. എവിടം വരെ ആക്രമിക്കണം, എവിടെ നിർത്തണം. നമ്മൾ ആക്രമിച്ചു, വിചാരിച്ച റിസൾട്ട് ഉണ്ടായി. പാകിസ്ഥാൻ പറഞ്ഞു, പോലി ചേട്ടാ അടിക്കല്ലേ. ശരി. അതുമാത്രമല്ല, ചെറുതായിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ DGMOയെ വിളിച്ച് പറ. അപ്പോൾ DGMOയെ വിളിക്കേണ്ട കാര്യം അല്ല, DGMO ആണ് തീരുമാനിക്കുന്നത്, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്. അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അല്ല വിദേശകാര്യ വകുപ്പ് ഇന്ന് യുദ്ധം നിർത്താനൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അല്ല അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, അത് നിങ്ങൾ തന്നെ വിളിച്ച് പറയണം. അങ്ങനെ മൂക്കുകൊണ്ട് ഒന്ന് ഇക്ഷ വരപ്പിച്ചിട്ട് DGMOയെ വിളിച്ചു. DGMO പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിൽക്കുന്നത്. കാരണം ദാറ്റ് വാസ് പ്ലാൻഡ് ഓഫ് റാമ്പ് എന്ന് പറയും. അതായത് നമ്മളൊരു വരമ്പത്ത് കൂടെ നടക്കുമ്പോൾ എവിടെ വെച്ച് പാടത്തേക്ക് ഇറങ്ങണം ഇത് തീരുമാനിക്കാനാണ് ഓഫ് റാമ്പ് എന്ന് പറയുന്നത്. ഈ തീരുമാനം ആദ്യം എടുത്തില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. കാരണം വരമ്പത്തൂടെ പോകുമ്പോൾ അറിയാമല്ലേ, എവിടെ വെച്ച് നിങ്ങൾക്ക് പാടത്തേക്ക് ഇറങ്ങാം. അതെ, സ്ട്രാറ്റജിക്കായിട്ട് ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ പാടത്തെ ചെളിയിൽ പൊതഞ്ഞു പോകും. ഈ ഡിസിഷൻ നേരത്തെ എടുക്കണം. ഏത് വരമ്പത്തൂടെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്, വരമ്പിൻ്റെ സ്വഭാവം എന്താണ്, പാടത്തിൻ്റെ സ്വഭാവം എന്താണ്, നിങ്ങൾക്ക് അവസാനം വരമ്പത്തുനിന്ന് ഇറങ്ങാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ ആ വരമ്പത്തൂടെ നടക്കാതിരിക്കുക, അങ്ങോട്ട് പോകാതിരിക്കുക. അതാണ് നല്ലത്. ഇതിപ്പോൾ ട്രംപ് യുദ്ധം തുടങ്ങി. ഇത് തുടങ്ങാൻ വളരെ എളുപ്പമല്ലോ. ഒരു ബോംബെടുത്ത് സൈനികരുടെ തലയിലിട്ട് തുടങ്ങി യുദ്ധം. ഇത് കഴിഞ്ഞ് ഞാനിത് നിർത്താൻ പോകുന്നത് ഇവിടെ. ആ ഒരു ധാരണ എനിക്കില്ലെങ്കിൽ ഞാനിങ്ങനെ തോന്നിയാസം ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. അവർക്ക് യുദ്ധം എവിടം വരെ കൊണ്ടുപോകണമെന്ന് നിശ്ചയമുണ്ട്. അതെന്താ നിശ്ചയം ചോദിച്ചു കഴിഞ്ഞാൽ നിതാന്തമായ യുദ്ധം. ഇതാണ് ഇറാനെ തുടച്ച് നീക്കുന്നവരെയുള്ള യുദ്ധം. അവർ പറയുന്നത് കറക്റ്റാണ്. ഇറാൻ്റെ മുദ്രാവാക്യം എന്താ? ഡെത്ത് ടു ഇസ്രായേൽ. അപ്പം ഞങ്ങളെ കൊല്ലാൻ വരുന്നവനെ തിരിച്ചു കൊല്ലുക, ഇതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ അവർക്ക് ക്ലിയറാണ്.
ട്രംപിനത് ക്ലിയറല്ല, അല്ലാന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ ഇപ്പോൾ ഖമനേയി പ്ലസ് 45 45 പേരും ഖമനേയും ചേർന്ന് കൊല്ലപ്പെട്ടു. അവിടെ വെച്ച് ഇവർക്ക് ഡിക്ലെയർ ചെയ്യാം, ഇതാ ഞങ്ങൾ റെജീം ചേഞ്ച്, ഭരണമാറ്റം, ഇരിക്കുന്ന ഭരണാധികാരിയെ കൊന്നിരിക്കുന്നു, ഇനിയിപ്പോൾ ആരെയാണെന്ന് വെച്ചാൽ അവരെടുത്തോട്ടെ, യുദ്ധം നിർത്തുകയാണ് എന്ന് പറയാം അന്തസ്സായിട്ട്. ഇല്ല, ആർക്കും കേടില്ലാതെ സംഗതി അങ്ങ് തീർന്നു പോകാൻ. അത് ചെയ്തില്ല. അത് ചെയ്യാഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആശയം തന്നെ ഉണ്ടായിരുന്നില്ല. എങ്ങോട്ടോ പോകുന്ന ഒരു യുദ്ധം അങ്ങ് നയിക്കുകയാണ്. ബട്ട് അമേരിക്കയുടെ സ്വഭാവം അങ്ങനെയാണ്. അമേരിക്ക ഇറാഖിൽ ഇടപെട്ടു. എന്താ ഇപ്പോൾ ഇറാഖിൻ്റെ സ്ഥിതി? അലമ്പ് കച്ചറയായിട്ട് സാമ്പത്തികമായിട്ടും നാശമായി. ലിബിയ, കേണൽ മുഅമ്മർ ഗദ്ദാഫിയെ ഇപ്പം തീർത്ത് ചെയ്ത് കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഗദ്ദാഫിയെ കൊന്നു. പക്ഷേ ലിബിയ അതോടെ തീർന്നുപോയി. അഫ്ഗാനിസ്ഥാനിൽ ഞങ്ങൾ അങ്ങ് ഉണ്ട വിഴുങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടത്. അവസാനം അവിടെ നിന്ന് ഇട്ടിട്ട് പോയി. ഒരു ദിവസം ചുമ്മാ വിമാനം കയറി അങ്ങ് പോയി. ടാങ്കും തോക്കും ഒക്കെ അവിടെ കിടക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ. അങ്ങനെയാണ് അമേരിക്ക സ്ഥലം വിട്ടത്. അവർ ഹിസ്റ്റോറിക്കലി അവരുടെ സ്വഭാവം അതാണ്. അത് അമേരിക്ക യുദ്ധം തോറ്റു എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിൽ വലിയ ചരിത്രകാരന്മാർ വലിയ പ്രസംഗമൊക്കെ നടക്കും. വാസ്തവത്തിൽ അമേരിക്കയുടെ ആവശ്യം അതായിരുന്നു, ഓരോ സ്ഥലവും കുളമാക്കുക, അതാണ് അവരുടെ ആവശ്യം. കുളമാക്കിയത് കൊണ്ട് അവർ തോക്കുകയല്ല, ജയിക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ഹിസ്റ്റോറിയൻസൊക്കെ ഈ 1-to-1 ഇക്വേഷൻ, ഒന്നും കൂട്ടിയാൽ 2 എന്നുള്ള ഇക്വേഷൻ നോക്കുമ്പോൾ കണ്ടോ അമേരിക്ക ഇട്ടിട്ട് പോയി. ഇട്ടിട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ അവിടെ താമസിക്കാനല്ല. ഇവിടെ ഇപ്പോൾ ഈ US വീണ്ടും ഒരു ഹിതപരിശോധന, വീണ്ടും ഇടക്കാല തെരഞ്ഞെടുപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം പെൻസിൽവാനിയയിൽ അതിൻ്റെ പ്രൈമറി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ട്രംപിൻ്റെ പാർട്ടിക്ക് വലിയ സ്വാധീനമില്ല. അതുകൊണ്ട് പറയുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന റിപ്പബ്ലിക്കൻസിന് വീണ്ടും ഒരു നേരിയ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോയാൽ ട്രംപ് അധികാരം ഒഴിയേണ്ടി വരുമായിരിക്കും. അപ്പോൾ അമേരിക്കൻ ജനത പറയുകയാണ് മോദിയുടെ ഉപദേശം തേടുന്നതല്ലേ ഇതിനെക്കാട്ടി നല്ലത്. കാരണം ഒരു യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാൻ കാരണം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഇറാനെ. അതുകൊണ്ട് യുദ്ധം ഇത്ര ദിവസം കൊണ്ട് തീർക്കാം, 4 ദിവസം എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് 4 ആഴ്ച വേണമെന്ന് പറയുന്നു. ശരിക്കും പെൻറ്റഗൺ ഈ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അല്ലാതെ വ്യാപകമായിട്ട് അമേരിക്കയിൽ ഇങ്ങനെ മോദിയെ കണ്ടു പഠിക്കുക എന്നൊക്കെയുള്ള അന്തരീക്ഷമൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും പറയുന്നുമില്ല. അവർ യുദ്ധത്തിനെതിരൊന്നുമല്ല, അവരുടെ ഭാഗത്ത് കാഷ്വാലിറ്റി ഉണ്ടാവരുത്, ആൾ മരിക്കരുത്. അമേരിക്കക്കാരുടെ പരാതി ഇപ്പോഴും ഈ താരിഫിട്ട് കളിച്ചതിലാണ്, അല്ലാതെ ഈ യുദ്ധത്തിലൊന്നും അവർക്ക് വലിയ പരിഭവമൊന്നുമില്ല. ഉണ്ടായി വരും, ആൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് ആൾ മരിക്കാതെ ട്രംപ് ഒഴിഞ്ഞൊഴിഞ്ഞ് ഖത്തറിൽ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാര്യം പൗരന്മാർ മരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ വലിയ ബഹളം നടക്കും. യുദ്ധം അമേരിക്കയ്ക്ക് വലിയ പ്രശ്നമല്ല അമേരിക്കൻ ജനതയ്ക്ക്. പക്ഷേ താരിഫ് അവരെ ശരിക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അക്കാര്യത്തിൽ. അതുകൊണ്ടാണ് അവരുടെ സുപ്രീം കോടതിയൊക്കെ ഇടപെടുകയും ട്രംപിന് ആകെ കൂടെ ക്ഷീണമാകുകയും ഇപ്പോൾ എല്ലാ താരിഫും 15% വന്ന് നിൽക്കുകയല്ലേ. ട്രംപിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി താരിഫിൻ്റെയാണ്. അതറിയാതെ പോയത് ഈ യുദ്ധം വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ വരുത്തിയത് കൊണ്ടാണ്. യുദ്ധം വന്നപ്പോൾ താരിഫ് ചർച്ച നിന്നുപോയി. യുദ്ധം വന്നപ്പോൾ നമ്മുടെ ചാനലിൽ നിറച്ച് സാമ്പത്തിക വിദഗ്ധന്മാരായിരുന്നു. താരിഫ് വന്നപ്പോൾ പെട്ടെന്ന് അവരെല്ലാം, ഞാനോർത്ത് വേറെ വിദഗ്ധന്മാർ വരുമെന്ന്, ഇല്ല, ഇതേ വിദഗ്ധന്മാർ, വിദേശകാര്യ വിദഗ്ധൻ, പ്രതിരോധ വിദഗ്ധനൊക്കെ ആയിട്ട് ഇതേ ആൾ തന്നെ. എന്നാൽ ആ മുടിയെങ്കിലും ഒന്ന് കറുപ്പിക്കണ്ടേ, ഒരു അതില്ല, ആളിത് തന്നെ. ഈ പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ഇത് വിട്ടിട്ടില്ല, താരിഫിൻ്റെ പ്രശ്നം അവർ വിട്ടിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് കുറച്ച് നിർത്തിയിരിക്കുന്നതുകൊണ്ട് അത് നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ അക്കാര്യത്തിൽ അവർ അമേരിക്കൻ ജനത ട്രംപിന് മാപ്പ് കൊടുത്തിട്ടില്ല. യുദ്ധം പിന്നെ അവരെ സമയത്ത് അവരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക്. 2 വലിയ സമുദ്രങ്ങളുടെ നടുക്കാണ് അവരുടെ രാജ്യം, പസഫിക്കും അറ്റ്ലാന്റിക്കും. പെട്ടെന്നൊന്നും ആർക്കും അമേരിക്കയെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കടലുകൾ കിടക്കുന്നതുകൊണ്ട്. പിന്നെ വടക്ക് വശത്ത് കാനഡ ഒരിക്കലും അമേരിക്കയെ ആക്രമിക്കാനും പിടിക്കാനും ഒന്നും വരില്ല. തെക്ക് വശത്ത് മെക്സിക്കോ, അവരും വരാൻ പോകുന്നില്ല. മെക്സിക്കോയ്ക്ക് തെക്ക് പിന്നെയുള്ളതൊക്കെ ചില്ലറ, കോസ്റ്റാറിക്ക, അത് ഇതെന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ സാധനങ്ങൾ, ഒന്നും ഭയപ്പെടാനില്ല.
സർവതന്ത്ര സ്വതന്ത്രം സ്വസ്ഥം സന്തോഷം ഇങ്ങനെ കഴിയുന്ന ഒരു ഭൂവിഭാഗമാണ് അമേരിക്ക. അതുകൊണ്ട് അവരെ യുദ്ധമൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ സാമ്പത്തികമായിട്ട് അവർക്ക് പ്രശ്നമുണ്ടായി, താരിഫുണ്ട്. അതല്ലാതെ ഇപ്പോൾ നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിൽ ചെയ്ത തന്ത്രം നോക്ക് എന്നൊക്കെ പറയുന്നത്, അങ്ങനത്തെ ഒരു വൈദഗ്ധ്യമൊന്നും അവർക്ക് സാധാരണ ജനങ്ങൾക്കില്ല. അവിടുത്തെ എക്സ്പേർട്സ് ഒന്നും തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വലിയൊരു കാര്യമായിട്ട് എടുത്തിട്ടുമില്ല. നമ്മൾ വെറുതെ നമ്മളുടെ ഒരു പൊങ്ങച്ചമായിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.